നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. സ്വർണ്ണ വിപണിയിൽ ഈ ആഴ്ച സംഭവിച്ചത് അവിശ്വസനീയമായ നീക്കങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വില കുറഞ്ഞു വരികയായിരുന്നു. എങ്കിലും ഈ ശനിയാഴ്ച വിപണി ക്ലോസ് ചെയ്തപ്പോൾ പവന് ഒറ്റയടിക്ക് 1840 രൂപ വർദ്ധിച്ച് കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും 1,20,000 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിപണിയിൽ പെട്ടെന്നുണ്ടായ ഈ കുതിച്ചുചാട്ടം? അമേരിക്കയിൽ നിന്നുള്ള പുതിയ തൊഴിൽ കണക്കുകൾ സ്വർണത്തിന് എങ്ങനെ കരുത്തായി? കൂടാതെ വരാനിരിക്കുന്ന ആഴ്ചയിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നൽകാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം വരും ആഴ്ചയിൽ സ്വർണം കുതിക്കുമോ അതോ ഇടിയുമോ എന്നതിനെക്കുറിച്ചുള്ള വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്ന പ്രധാന സാമ്പത്തിക ഡേറ്റകളും നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ഒരാഴ്ചയിലെ വിപണി അവലോകനം. കഴിഞ്ഞ ഒരാഴ്ചത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ വലിയ ചാഞ്ചാട്ടമാണ് നാം കണ്ടത്. എന്നാൽ വെള്ളിയാഴ്ച രാത്രി പുറത്തുവന്ന അമേരിക്കൻ തൊഴിൽ റിപ്പോർട്ട് കാര്യങ്ങൾ മാറ്റിമറിച്ചു. അമേരിക്കയിൽ പുതിയ ജോലികൾ വർദ്ധിച്ചെങ്കിലും അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക് അപ്രതീക്ഷിതമായി 3.9% വർദ്ധിച്ചു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയൊരു മാന്ദ്യഭീതി ഉണ്ടാക്കി. ഇതോടെ ഡോളർ ഇൻഡെക്സ് താഴേക്ക് വരികയും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഔൺസിന് $5,172 എന്ന നിലവാരത്തിലേക്ക് കുതിച്ചുയരുകയും ചെയ്തു. ഇതിന്റെ പ്രതിഫലനമാണ് ശനിയാഴ്ച കേരളത്തിൽ കണ്ട വൻ വില വർധനവ്. സ്വർണ്ണവിലയെ വരും ദിവസങ്ങളിൽ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനമാണ്. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ മാർച്ചിലോ ജൂണിലോ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വീണ്ടും ചർച്ചയായിട്ടുണ്ട്. പലിശ കുറയുന്നത് സ്വർണത്തിന് വലിയ കുതിപ്പ് നൽകുന്ന ഘടകമാണ്. കൂടാതെ US ഇറാൻ ചർച്ചകളിൽ ഇനിയും ഒരു അന്തിമ ധാരണ ഉണ്ടാകാത്തതും പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നതും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡോളർ ഇൻഡെക്സ് 104.50 നിലവാരത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് സ്വർണത്തിന് താൽക്കാലിക പിന്തുണ നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന ആഴ്ചയിലെ പ്രവചനം. അടുത്ത ആഴ്ചയിലെ സ്വർണ്ണവില എങ്ങോട്ട് പോകും? അന്താരാഷ്ട്ര വിപണിയിലെ ഈ മുന്നേറ്റം തുടരുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിപണിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ ലാഭമെടുപ്പ് നടന്നാൽ വില നേരിയ തോതിൽ താഴേക്ക് വരാം. എങ്കിലും വരാനിരിക്കുന്ന ആഴ്ചയിൽ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ആഴ്ച തീപ്പൊരി പാറുന്ന ദിവസങ്ങളായിരിക്കും. കാരണം 3 പ്രധാന റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് വരാനിരിക്കുന്നത്. വരുന്ന ആഴ്ചയിൽ വിപണി കാത്തിരിക്കുന്ന നിർണായക ഡേറ്റകളിൽ US CPI ഡേറ്റ അഥവാ US പണപ്പെരുപ്പ് കണക്കുകൾ മാർച്ച് 10 ചൊവ്വാഴ്ച രാത്രിയാണ് പുറത്തു വരുന്നത്. മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണിത്. പണപ്പെരുപ്പം കുറയുകയാണെങ്കിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഇത് സ്വർണ്ണവില ഉയരാൻ കാരണമാകും. മാർച്ച് 12 US റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ട്. അമേരിക്കൻ ജനതയുടെ ചെലവാക്കൽ ശേഷി അളക്കുന്ന റിപ്പോർട്ടാണിത്. വിൽപ്പന കുറവാണെങ്കിൽ അത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയായി കാണുകയും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം മാർച്ച് 12 പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ അഥവാ US PPI ഡേറ്റയും പുറത്തു വരുന്നുണ്ട്. ഉൽപാദന മേഖലയിലെ വിലക്കയറ്റം അളക്കുന്ന റിപ്പോർട്ടാണിത്. ഇതും പണപ്പെരുപ്പത്തിന്റെ മറ്റൊരു സൂചനയാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മോശമാണെന്ന് സൂചിപ്പിച്ചാൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് നിക്ഷേപകർ അതീവ ജാഗ്രത പാലിക്കുക. ആഗോള വിപണിയിലെ വമ്പൻ അനലിസ്റ്റുകൾ വരും ആഴ്ചയെ എങ്ങനെ കാണുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. വാൾസ്ട്രീറ്റ് സർവേയിൽ 65% വിദഗ്ധരും വരും ആഴ്ചയിൽ സ്വർണ്ണവില കൂടുമെന്നാണ് പ്രവചിക്കുന്നത്. അമേരിക്കയിലെ തൊഴിലില്ലായ്മ നിരക്ക് 3.9% ഉയർന്നത് സ്വർണത്തിന് അനുകൂലമാണെന്ന് ഇവർ കരുതുന്നു. 20% പേർ വില കുറയുമെന്ന് പ്രവചിക്കുന്നു. റെക്കോർഡ് വിലയിൽ എത്തിയതിനാൽ ഒരു ലാഭമെടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവരുടെ വാദം. 15% പേർ വിലയിൽ വലിയ മാറ്റമുണ്ടാകില്ലെന്നും കരുതുന്നു. പ്രമുഖ അനലിസ്റ്റായ അഡ്രിയാൻ ഡേയുടെ അഭിപ്രായത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് ഫെഡറൽ റിസർവിനെ പലിശ നിരക്ക് കുറയ്ക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ സ്വർണ്ണവില ഔൺസിന് $5,200 കടന്ന് മുന്നേറാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച പുറത്തു വരുന്ന പണപ്പെരുപ്പ കണക്കുകൾ അനുകൂലമല്ലെങ്കിൽ മാത്രമേ ഈ കുതിപ്പിന് തടസ്സമുണ്ടാകൂ. മറ്റൊരു അനലിസ്റ്റായ ജെയിംസ് സ്റ്റാലിയുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ കുതിപ്പിനു ശേഷം വിപണിയിൽ ചെറിയൊരു തിരുത്തൽ സ്വാഭാവികമാണ്. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്നിടത്തോളം സ്വർണ്ണവില ഇടിയാൻ സാധ്യത കുറവാണ്. മാർക്ക് ചാൻഡലർ പറയുന്നത് വരുന്ന ചൊവ്വാഴ്ച പുറത്തുവരുന്ന പണപ്പെരുപ്പ് കണക്കുകളാണ് ഏറ്റവും നിർണായകം. പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും കുറവാണെങ്കിൽ സ്വർണം പുതിയ റെക്കോർഡുകൾ ഭേദിക്കും. സ്വർണം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും നൽകാനുള്ള ചില നിർദ്ദേശങ്ങൾ. സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിവാഹ ആവശ്യങ്ങൾക്കായി വാങ്ങുന്നവർ ഒറ്റയടിക്ക് വലിയ അളവിൽ വാങ്ങാതെ
വില കുറയുന്ന ദിവസങ്ങളിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന ആവറേജിംഗ് സ്ട്രാറ്റജി പിന്തുടരുക. ചൊവ്വാഴ്ചത്തെ CPI ഡേറ്റയ്ക്ക് ശേഷം വിപണിയിൽ മാറ്റമുണ്ടാകാം, അത് ശ്രദ്ധിക്കുക. സ്വർണം വിറ്റ് ലാഭമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമായ സമയമാണ്. പവൻ വില 1.20 ലക്ഷത്തിന് മുകളിൽ നിൽക്കുമ്പോൾ വിൽക്കുന്നത് മികച്ച നേട്ടം നൽകും. പ്രിയപ്പെട്ടവരെ, ദിവസേനയുള്ള സ്വർണ്ണവില അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഏവർക്കും നന്ദി. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.